വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ബൂസ്റ്റഡ്. ലൊക്കേഷൻ ഒന്നും മാറിയിട്ടില്ല, പഴയ ലൊക്കേഷൻ തന്നെയാണ്. നമ്മൾ വണ്ടിയുടെ ഡിസൈൻ ആസ്പെക്ട്സ് ഫുള്ള്, കൊളോസസിൻ്റെ ഡിസൈൻ ആസ്പെക്ട്സ് ഫുള്ള് പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാൻ ബാക്കി വെച്ച രണ്ട് കാര്യങ്ങൾ സസ്പെൻഷനും പെർഫോമൻസും ആണ്. സസ്പെൻഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് വണ്ടി ഇങ്ങനെ ഒരു ആർട്ടിക്കുലേറ്റഡ് പൊസിഷനിൽ നിർത്തിയിരിക്കുന്നത്. അത്യാവശ്യം കണ്ടാൽ മനസ്സിലാവുണ്ടാവും റിയർ ടയറും ഫ്രണ്ട് ടയറൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഈ വണ്ടിയുടെ ഒരു മെയിൻ പ്രത്യേകത തന്നെയാണ് ഇതിൻ്റെ സസ്പെൻഷൻ ആർട്ടിക്കുലേഷൻ. ലീ സ്പ്രിംഗ് സസ്പെൻഷനിൽ മാക്സിമം ആർട്ടിക്കുലേഷൻ ചെയ്യാൻ പാകത്തിനാണ് ഈ വണ്ടി ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതായത് ആർട്ടിക്കുലേഷനാണ് വണ്ടീനെ നിലത്ത് നിർത്തുന്നത് എപ്പോഴും. ഏതൊരു ഓബ്സ്റ്റക്കിളിൻ്റെ മുമ്പിലും രണ്ട് സൈഡ്, അതായത് ഡയഗണലായിട്ട് വീലുകൾ പൊങ്ങിപ്പോയാലും മറ്റ് വീലുകൾ തറയെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പാകത്തിനാണ് ഇതിൻ്റെ സസ്പെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറഞ്ഞു വരേണ്ട സാധനമാണ് ഇതിൻ്റെ ഷാസി. CJ500 വരുന്ന ഒറിജിനൽ ഷാസി തന്നെയാണ്. സി ടൈപ്പ് ഷാസി എന്ന് പറയും. പല ടൈപ്പ് ഷാസികളുണ്ട്. അതിൽ ലാഡർ ഓൺ ഫ്രെയിം എന്നുള്ളതാണ് ബേസിക് സാധനം. അത് തന്നെയാണ് ലാഡർ ഓൺ ഫ്രെയിമിലെ ലാഡർ ആണ് ഈ പറഞ്ഞ ഷാസി. ആ ഷാസി രണ്ട് സി ചാനലാണ് രണ്ട് സൈഡിലുള്ളത്. ആ രണ്ട് സി ചാനൽ CJ500 പണ്ട് വന്നിരുന്ന സാധനമാണ്. ഇപ്പോൾ ഉള്ള വണ്ടികളിലൊക്കെ NGCS എന്ന് പറഞ്ഞ ഷാസിയായി. അതെല്ലാം ബോക്സായി. കൂടുതൽ റിജിഡിറ്റിക്ക് വേണ്ടിയിട്ടാണ് ബോക്സ് ടൈപ്പ് ഷാസി വന്നത്. സി ടൈപ്പ് ഷാസി ഇപ്പോഴത്തെ ഷാസികളുടെ അത്രയും സ്ട്രോങ് അല്ല. അപ്പം സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് എനിക്കിത് സ്ട്രെങ്തൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലൈറ്റർ എഞ്ചിനിലേക്ക് പോയതും. ഇതുപോലെ വീക്കായ ഒരു ഷാസിയിൽ കുറച്ചുകൂടി ഹെവിയർ എഞ്ചിൻ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ബ്രേക്ക് ഡൗൺ ആയിരിക്കും. പണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് താറിലുണ്ട്. ഹെവിയർ ഷാസിയിൽ തന്നെ പല ബ്രേക്ക് ഡൗൺ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു DI ടർബോ എഞ്ചിനിലേക്ക് പോയതും. ഈ ഷാസി മുകളിലും താഴെയും ഒരു 2 mm തിക്നെസ് ഉള്ള മെറ്റൽ പ്ലേറ്റ് വെച്ചിട്ട് ഫുൾ ലെങ്ത്തിൽ പഞ്ച് ചെയ്ത് വെൽഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഷാസി ഫുള്ളി സ്ട്രെങ്തൻഡ് ആണ്, മുകളിലും താഴെ. സൈഡിലില്ല. സി ടൈപ്പ് ഷാസി തന്നെയാണ്. സി ടൈപ്പ് ഷാസി നിലനിർത്തിയാലുള്ള ഗുണം, സി ടൈപ്പ് ഷാസി ഭയങ്കര ഫ്ലെക്സിബിളാണ്. അപ്പം ഫ്ലെക്സിബിൾ ആകുമ്പോൾ കൂടുതൽ ആർട്ടിക്കുലേഷൻ അത് പെർമിറ്റ് ചെയ്യും. അതുകൊണ്ട് സി ടൈപ്പ് ഷാസി തന്നെ നിലനിർത്തി. ഫ്രണ്ടിൽ ഞാൻ നേരത്തെ ഡിസൈൻ ആസ്പെക്റ്റിൽ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, ബാക്ക് ഓവറാങ് ചോപ്പ് ചെയ്തത്. അതുപോലെ തന്നെ CJ500 ഫ്രണ്ടിലെ ക്രോസ് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു 4 ഇഞ്ചും കൂടി ലെങ്ത് ഉണ്ട്. ആ 4 ഇഞ്ചും ഞാൻ ഇതിനകത്ത് ചോപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ബാക്കിൽ ചെയ്ത പോലെ തന്നെ ഒരു ഹെവി ഡ്യൂട്ടി സി ചാനലാണ് ഫ്രണ്ട് ബമ്പറിൻ്റെയും ക്രോസ് ഉള്ളത്. ആ ക്രോസിൽ നമ്മുടെ റിക്കവറി പോയിൻറ്റ്സ്, ടോ ഹുക്കും ഒക്കെ ഹുക്ക് ചെയ്യാനുള്ള സാധനങ്ങളും ഷാക്കിൾ വെക്കാനുള്ള റിക്കവറി പോയിൻറ്റ്സൊക്കെ ഈ ഫ്രണ്ട് ക്രോസിനകത്തുണ്ട്. അതിനോട് ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കാണ്. ബോൾട്ടഡ് അല്ല, വെൽഡഡ് ആണ്. പിന്നെ ഷാസിയിൽ പറയാനുള്ളത് ഇതിൻ്റെ ലീ സ്പ്രിങ്സ് ആണ്. ഇതൊരു ലീ സ്പ്രിങ് സസ്പെൻഷനാണ് ഈ വണ്ടി. അപ്പം CJ500 ഒറിജിനൽ അങ്ങനെ തന്നെയാണ് വന്ന്. സസ്പെൻഷൻ അപ്ഗ്രേഡ് എന്ന് പറയാൻ വലിയൊരു അപ്ഗ്രേഡൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ലീ സ്പ്രിങ് സസ്പെൻഷനിൽ തന്നെ ഉള്ള ലീ സ്പ്രിങ്സ് കുറച്ചും കൂടി ഹെവി ഡ്യൂട്ടി ആക്കി. അപ്പോൾ ഫ്രണ്ടിലുള്ളത് മഹീന്ദ്ര ബൊലേറോ പിക്കപ്പിലൊക്കെ വന്ന ഫ്രണ്ട് ലീ സ്പ്രിങ്സ്. അതായത് കുറച്ച് നീളം കുറവാണ്, കുറച്ച് വൈഡറാണ്. നോർമൽ CJ500 ഷാസിനേക്കാളും ഓരോ പ്ലേറ്റിനും തിക്നെസ് കൂടുതലാണ്. അപ്പോൾ ഫ്രണ്ടിൽ എഞ്ചിൻ്റെ ലോഡൊക്കെ എടുക്കാൻ വേണ്ടി കുറച്ചുകൂടി ഹെവി ഡ്യൂട്ടി ലീ സ്പ്രിങ്സ് ഫ്രണ്ടിലിട്ടു. ആ ലീ സ്പ്രിങ്സിൻ്റെ സെറ്റപ്പ് തന്നെ വേറെ തല തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. നോർമൽ ലീ സ്പ്രിങ്സിൽ ഫ്രണ്ട് ലീ സ്പ്രിങ്സിന് ഫ്രണ്ടിലാണ് ഷാക്കിൾ വരാറ്. ഇതിൽ ഞാൻ റിവേഴ്സ് ഷാക്കിൾ സെറ്റപ്പ് ചെയ്തു. അതിന് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഇറങ്ങുമ്പോൾ ഒരു ട്രാക്കിൽ എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ മുമ്പിലുണ്ട്, ഹൈ സ്പീഡിൽ നമ്മൾ കൊണ്ടുപോയി ഇടിച്ചു കഴിഞ്ഞാൽ റിവേഴ്സ് ഷാക്കിൾ സെറ്റപ്പ് ആണെങ്കിൽ ഷാക്കിൾ പുറകോട്ട് പോയി ഫിക്സഡ് പാർട്ടായ പുറകിൽ ലീഫ് ബെൻഡായി പോകും. ഇതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതാണ് കേട്ടോ, ട്രാക്കിൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്തത്. അപ്പം ആ ഫിക്സഡ് പാർട്ട് ഫ്രണ്ടിലാക്കി, ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന അതല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന പാർട്ട് പുറകോട്ടാക്കി. അപ്പം എങ്ങനെ പോയി ഇടിച്ചാലും ഈ പാർട്ട് ആ ഹിറ്റൊക്കെ എടുത്തോളും. വലിയൊരു പാറയിലൊക്കെ കൊണ്ടുപോയി ഇടിച്ചാൽ എത്രത്തോളം ഉണ്ടാവും നിലനിൽക്കും എന്ന് എനിക്കൊന്നും അറിയില്ല. വലിയൊരു പിടിയൊന്നുമില്ല. ചിലപ്പോൾ പൊട്ടിപ്പറഞ്ഞ് തുഫാനായി പോകും. പക്ഷേ ഒരുമാതിരി ഹിറ്റൊക്കെ ഞാൻ ഇത് വെച്ച് ചെയ്തിട്ടുണ്ട്. വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അതാണ് ലീ സ്പ്രിങ്സിനെ കുറിച്ച് പറയാനുള്ളത്. ലീ സ്പ്രിങ്സിൽ തന്നെ നോർമൽ ഈ വെയിറ്റിനനുസരിച്ച് ഡാമ്പ് ചെയ്തിട്ടുണ്ട്. അതായത് സ്പ്രിങ്സിൻ്റെ എണ്ണം ഞാൻ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് ഒരുപാട് ട്രയൽ ആൻഡ് എറർ ചെയ്തിട്ടാണ് ഈ ഒരു സെറ്റപ്പിലേക്ക് ലീ സ്പ്രിങ് ഞാൻ എത്തിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യം ലീ സ്പ്രിങ്സിലുണ്ട്. പിന്നെ ഷോക്ക് അബ്സോർബേഴ്സ് ഈ വെയിറ്റിനനുസരിച്ചും ഈ വണ്ടിയുടെ എത്ര സ്പീഡിൽ പോയാലും വണ്ടീനെ ഡാമ്പ് ചെയ്ത് നിലത്ത് നിർത്താനൊക്കെ പാകത്തിന് കുറച്ചുകൂടി ഹെവി ഡ്യൂട്ടി അയൺമാൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ സസ്പെൻഷൻ സ്പോൺസർ അയൺമാൻ ആണ്. അയൺമാൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലോങ് ട്രാവൽ ഹെവി ഡ്യൂട്ടി സസ്പെൻഷനാണ്. അപ്പോൾ കുറച്ച് നീളം കൂടുതലുണ്ട്. ട്രാവൽ കൂടുതൽ കിട്ടാൻ വേണ്ടി കുറച്ച് നീളം കൂടുതലുണ്ട്. അങ്ങനെ ഒരു ഷോക്ക് മൗണ്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മൗണ്ടിങ് പോയിൻറ്റ്സിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. അതുകൊണ്ട് ഈ ഷോക്കിൻ്റെ നോർമൽ മൗണ്ടിങ് പോയിൻറ്റ് ഷാസിയുടെ സൈഡിൽ തന്നെ വരാറ്. ഇത് നീളം കൂടിയത് കൊണ്ടും ആർട്ടിക്കുലേഷൻ കൂടുതൽ അലോ ചെയ്യുന്നത് കൊണ്ടും ഇതിൻ്റെ മൗണ്ടിങ് പോയിൻറ്റ്സ് കുറച്ചും കൂടി മുകളിലാക്കി വെച്ചിട്ടുണ്ട്. താഴത്തെ മൗണ്ടിങ് പോയിൻറ്റ് നമ്മൾ ഒരുപാട് താഴത്തേക്ക് ആക്കാൻ കഴിയില്ല. അത് നോർമൽ ലീഫിൻ്റെ അടിയിലത്തെ പ്ലേറ്റിനകത്ത് തന്നെയാണ് മൗണ്ടിങ് ഉള്ളത്.
മുകളിൽ മൗണ്ടിങ് ഒരു 2-2.5 ഇഞ്ച് മുകളിലേക്ക് പൊക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് സസ്പെൻഷൻ പാർട്ടിൽ ഷാസി എന്താ പറയുക റിവേഴ്സ് ഷാക്കിൾ സെറ്റപ്പിലുള്ള ലീ സ്പ്രിങ്, പിന്നെ ഈ പറഞ്ഞ ഷോക്ക് അബ്സോർബേഴ്സ്, അയൺമാൻ്റെ ഷോക്ക് അബ്സോർബർ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡിഫറൻഷ്യലിലേക്കും സ്റ്റിയറിങ്ങിലേക്കും വരാം. സസ്പെൻഷനിൽ ഇനിയുള്ള ഹൗസിങ്ങും അതായത് ഫ്രണ്ട് ഡിഫറൻഷ്യലും അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളും സ്റ്റിയറിംഗ് ബോക്സ് ഒക്കെയാണ് പറയാനുള്ളത്. പിക്കപ്പിൽ വരുന്ന ബൊലേറോ പിക്കപ്പിൽ വരുന്ന 57 ഇഞ്ച് വീതിയുള്ള ഓപ്പൺ നക്കിൾ ബോൾ ജോയിൻറ്റ്, ഓക്കെ ബി ജെ എന്നാണ് അതിൻ്റെ ഒരു ഷോർട്ട് ഫോം. ഓക്കെ ബി ജെ എന്ന് ജീപ്പിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും കണ്ടാൽ സംശയിക്കേണ്ട, ഇത്രയേ ഉള്ളൂ. ഓപ്പൺ നക്കിളാണ്, ചിലതിൽ ക്ലോസ് നക്കിൾ കിങ് പിൻ എന്നാണ് പറയാറ്, അതായത് ഒരു ഉണ്ട ബോൾ പോലെ കാണുന്ന സാധനങ്ങൾക്ക്. അതല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സാധനം, അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ. ഇപ്പം ജീപ്പ് റാംഗ്ലറിലൊക്കെ ഈ സാധനം തന്നെയാണ്. പക്ഷേ ടൊയോട്ടയൊക്കെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് സോളിഡ് ആക്സിൽ ഇറക്കി ഇപ്പോഴും ക്ലോസ് നക്കിൾ കിങ് പിൻ തന്നെയാണ് കേട്ടോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ടൊയോട്ടയുടെ ഒരു വണ്ടിയിലും ഓപ്പൺ നക്കിൾ വന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ഇൻഡിപെൻഡൻ്റ് അല്ല, സോളിഡ് ആക്സിൽ വണ്ടികളിൽ. സോളിഡ് ആക്സിലിൽ ഓപ്പൺ നക്കിൾ ബോൾ ജോയിൻ്റ് ഉള്ള ടൈപ്പ് ഡിഫറൻഷ്യൽ 57 ഇഞ്ച് വിടുത്തുള്ള ഡിഫറൻഷ്യലാണ് ഇതിലുള്ളത്. ഇതേ സാധനം തന്നെ ഇത്രയും വിടുത്തുള്ള ക്ലോസ് നക്കിൾ കിങ് പിൻ വന്നിട്ടുണ്ട് പഴയ FC ഫോർവേഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ മുട്ടത്തോട് പോലെ ഇരിക്കുന്ന പഴയ പിക്കപ്പില്ലേ, അതിനകത്ത് FC പിക്കപ്പ് എന്നാണ് അതിന് പറയാറ്. ആ സാധനത്തിനകത്ത് ഇത്രയും വിടുത്തുള്ള ക്ലോസ് നക്കിൾ കിങ് പിൻ ഡിഫറൻഷ്യലും വന്നിട്ടുണ്ട്. അപ്പം ഡിഫറൻഷ്യൽ ഓപ്പൺ നക്കിൾ ബോൾ ജോയിൻ്റ് ഉള്ള 57 ഇഞ്ച് ഡിഫറൻഷ്യലാണ്. അതിൽ ഉള്ള പ്രത്യേകതകൾ, ഞാൻ ഈ വണ്ടി എന്തായാലും കോമ്പറ്റീഷൻ ഓടിക്കാനാണ്, അത്യാവശ്യം നല്ല സ്ട്രെസ്സും സ്ട്രെയിനും ഇതിൻ്റെ ആക്സിൽസൊക്കെ എടുക്കും. ഒരുപാട് എക്സ്പീരിയൻസ്, 5-6 വർഷം ഇടിച്ച് പൊളിച്ച് നശിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്. കാരണം എൻ്റെ താറന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലുള്ള പിഴവുകളെല്ലാം ഞാൻ ഈ വണ്ടിയിൽ തിരുത്തിയിട്ടുണ്ട്. കാരണം എല്ലാ കാര്യവും ഓരോ ഇൻഡിവിജ്വൽ ഓരോ സിമ്പിൾ കാര്യം എടുത്ത് നോക്കിയാലും അതൊക്കെ ഞാൻ ഹെവി ഡ്യൂട്ടി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആക്സിൽസ് താറിലും ഞാൻ ചെയ്തിരുന്നു. 6-7 തവണ നോർമൽ സ്റ്റോക്ക് ആക്സിൽ മാറ്റിയിട്ടാണ് ഞാൻ 8ാമത്തെ തവണയാണ് താറിൽ ക്രോമോളി ആക്സിലേക്ക് പോയത്. അപ്പോൾ ഇതിനകത്തുള്ളത് ക്രോമോളി ആക്സിൽസ് ആണ്. ഈ ക്രോമോളി ആക്സിൽസ് പരിക്ക് പറ്റുമെന്ന് വെച്ചാൽ അതിനും പരിക്ക് പറ്റാറൊക്കെ ഉണ്ട്. നോർമലി പൊട്ടുന്ന പോലെ അത്രയും പെട്ടെന്ന് പൊട്ടുമൊന്നുമില്ല. ഇപ്പോൾ ഇത്ര ഇവൻറ്റ്സ് ഒരു 10-25-30 ഇവൻറ്റോളം ഓടിയിട്ട് ഇപ്പോൾ ഒരു 2 ഇവൻ്റ് മുമ്പാണ് ഇതിൻ്റെ സ്റ്റാർ ജോയിൻ്റ് ഒന്ന് വീക്കായത്. ഒരു തവണ സ്റ്റാർ ജോയിൻ്റ് മാറി, അത് ഞാനൊരു പഴയ ആക്സിലിൽ നിന്ന് എടുത്തിട്ട സ്റ്റാർ ജോയിൻ്റ് ആയിരുന്നു. ഈ സ്റ്റാർ ജോയിൻ്റ് ഇവിടെ അവൈലബിൾ അല്ല, കുറച്ച് റാംഗ്ലറിലൊക്കെ വരുന്ന സ്റ്റാർ ജോയിൻ്റാണ്. ഈ പറഞ്ഞ ക്രോമോളി ആക്സിലിൻ്റെ മെറ്റീരിയലാണ്. ക്രോമോളി എന്ന് പറഞ്ഞാൽ ക്രോമിയം മോളിബ്ഡിനം 2 മെറ്റീരിയൽ കൂടി മിക്സ് ചെയ്ത സാധനമാണ് ഈ ആക്സിൽ. ഇത് കസ്റ്റം മെയ്ഡ് ആണ്, ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയ ആക്സിലാണ്. പക്ഷേ ഇതിൻ്റെ സ്റ്റാർ ജോയിൻ്റ് എല്ലാം ഇമ്പോർട്ടഡ് ആണ്. സ്പൈസർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ റാംഗ്ലറിലൊക്കെ വരുന്ന ഹെവി ഡ്യൂട്ടി സ്റ്റാർ ജോയിൻറ്റ്സ് ആണ് ഇതിനകത്തുള്ളത്, ഈ ആക്സിലിനകത്തുള്ളത്. അപ്പം ആക്സിൽസ് അപ്ഗ്രേഡഡ് ആണ്, ക്രോമോളി ആക്സിൽസ്, അതായത് ഫ്രണ്ട് രണ്ടും ക്രോമോളി ആക്സിൽസ്. അതിനകത്ത് പിന്നെ ഡിഫറൻഷ്യലിനുള്ളിൽ ഡിഫറൻഷ്യൽ ലോക്കർ ഉണ്ട്. കോമ്പറ്റീഷന് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിർബന്ധമായിട്ടുണ്ട്. കാരണം ഡിഫറൻഷ്യൽ ലോക്കർ ഇല്ലാതെ എളുപ്പം കയറി പോരാൻ പറ്റുന്ന, അല്ലെങ്കിൽ ടൈം സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും അത് വേണം. അല്ലാതെ കയറ്റി കൊണ്ടുവരാനൊക്കെ കഴിയും, നല്ല ഡ്രൈവേഴ്സ് ആണെങ്കിൽ എല്ലാ ഒബ്സ്റ്റക്കിളും ഓടിച്ച് കയറ്റാറുണ്ട്. പക്ഷേ കോമ്പറ്റീഷനിൽ വരുമ്പോൾ എന്തൊക്കെയായാലും അൾട്ടിമേറ്റ് സാധനം ടൈമാണ്. ആ ടൈം സേവ് ചെയ്യാൻ വേണ്ടി ലോക്കർ ഇടാമെന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പം ലോക്കേഴ്സ് ലാംഡ എന്ന് പറഞ്ഞ ഇന്ത്യൻ ബ്രാൻഡിൻ്റെ തന്നെ അവർ ഡെവലപ്പ് ചെയ്തതാണ്. അവരുടെ ഡിഫറൻഷ്യൽ ലോക്കേഴ്സ് ഉണ്ട്, അത് എയർ ആക്ടിവേറ്റഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ ARB എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡിൻ്റെ ഞാൻ സ്ലോത്തിൽ പറഞ്ഞിരുന്നു ARBയുടെ ലോക്കേഴ്സ്, അത് ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് ARB ലോക്കേഴ്സ്. അത് 2 സൈഡിൽ നിന്നുമാണ് ഡിഫറൻഷ്യലിനെ ലോക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ സാധനം ഒരു സൈഡിൽ നിന്നുള്ളൊരു പിന്ന് മാത്രം കയറിയിരുന്ന് ലോക്കാവുന്നത്, അപ്പോൾ പൊട്ടാനൊക്കെ ചാൻസസ് കൂടുതലാണ്. അവർ തന്നെ ഒരുപാട് തവണ റിസർച്ചൊക്കെ ചെയ്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയ ലോക്കേഴ്സാണിത്. ഒരു 2-3 വർഷമായിട്ടുള്ള അവർ ഇത്രയും നല്ല സാധനം ഇറക്കാൻ തുടങ്ങിയിട്ട്. അതിന് മുമ്പുള്ളതൊക്കെ പലരുടെയും സാധനങ്ങൾ പലതവണ പൊട്ടിയിട്ടുണ്ട്, ലോക്കേഴ്സ് പൊട്ടാറുണ്ട്. ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ ഇന്നേവരെ വെച്ചിട്ട് ലോക്കേഴ്സ് ഇതുവരെ പൊട്ടിയിട്ടില്ല. അത്യാവശ്യം പരിക്കുകളൊക്കെ എടുത്തിട്ടുണ്ട്, ഇതുവരെ പൊട്ടിയിട്ടില്ല. എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയിട്ടില്ല, ഒരു ലാംഡ ലോക്കർ പോലും ഞാൻ പൊട്ടിച്ചിട്ടില്ല. വേറെ പല സാധനങ്ങളും ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അതിൽ പെടുത്താൻ പറ്റില്ല. അപ്പോൾ എയർ ആക്ടിവേറ്റഡ് ആണ് ഇതിൻ്റെ ഡിഫറൻഷ്യൽ ലോക്കേഴ്സ്. അപ്പം ഡിഫറൻഷ്യലിൻ്റെ കാര്യത്തിൽ ആക്സിലും ലോക്കേഴ്സും മാത്രമേ ഇതിനകത്തുള്ളൂ. ഇനിയുള്ളത് ഇതിൻ്റെ സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് ബോക്സ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, ഏറ്റവും ആദ്യം ഞാൻ ഈ വണ്ടി ബിൽഡ് ചെയ്തപ്പോൾ ബൊലേറോയുടെ വരുന്ന മഹീന്ദ്രയിൽ തന്നെ ബൊലേറോയിൽ വന്നുകൊണ്ടിരുന്ന റെസിപ്രോക്കേറ്റിംഗ് വേം ആൻഡ് ബോൾ എന്ന് പറഞ്ഞ സാധനം, പവർ സ്റ്റിയറിംഗ് ബോക്സ്, സിമ്പിൾ വേർഡ്സ്, ആ സാധനം ബൊലേറോയിൽ വരുന്ന സ്റ്റിയറിംഗ് ബോക്സാണ് ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്നത്. റാക്ക് ആൻഡ് പിനിയൺ അല്ല, വേറെ ഷാസിയിൽ ഇവിടെ പിടിപ്പിക്കാറുള്ള, ഞാൻ സ്ലോത്തിലൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാൻഡ് ക്രൂസറിൽ, ജിപ്സിയിൽ, അങ്ങനെ പല വണ്ടികളിൽ, നമ്മുടെ ഇവിടെ ഗൂർഖ, അതിലൊക്കെ അതായത് ഗൂർഖയുടെ എക്സ്ട്രീമിൽ മാത്രം അങ്ങനെ ഇങ്ങനത്തെ ടൈപ്പ് ഷാസിയിൽ പിടിപ്പിക്കുന്ന ടൈപ്പ് സ്റ്റിയറിംഗ് ബോക്സ് ഉണ്ട്. 2 ടൈപ്പ് സ്റ്റിയറിംഗ് ബോക്സ്, 2 അല്ല 3-4 ടൈപ്പ് ഉള്ളതിൽ ഒരു ടൈപ്പ്. അത് ആദ്യം ഞാൻ ബൊലേറോ പിക്കപ്പിൻ്റെ വെച്ചു. അത് കുറേ ടൈറ്റായിരുന്നു, എനിക്ക് ട്രാക്കിൽ ഉപയോഗിക്കാൻ ഭയങ്കര ടൈറ്റ് ആയതുകൊണ്ട്. കാര്യം പവർ സ്റ്റിയറിംഗ് ഒക്കെ തന്നെയാണെങ്കിലും കുറച്ചും കൂടി നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കണം അതിരിക്കാൻ. അപ്പോൾ ഞാൻ അത് മാറ്റി തവേരയിൽ വരുന്ന സ്റ്റിയറിംഗ് ബോക്സ് വെച്ചു.
തവേരയിൽ വരുന്ന സ്റ്റിയറിംഗ് ബോക്സ്, ഇപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് നിങ്ങൾ പുറത്തുനിന്ന് കാണുന്നില്ല, അകത്താണുള്ളത്. ഈ ഷാസിയുടെ ഇത്രയും പാർട്ടിനകത്തായിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി ലെങ്തിയർ സ്റ്റിയറിംഗ് ബോക്സ് ആയിരുന്നു. അപ്പോൾ വിഞ്ചൊക്കെ വെക്കാനുള്ള ബുദ്ധിമുട്ടും പിന്നെ ഓവർ ഫീഡ്ബാക്ക് ആയിരുന്നു തവേരയുടെ സ്റ്റിയറിംഗ് ബോക്സ്. അതായത് ചെറിയൊരു ഫ്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ടയറിൽ അത് കൂടുതൽ എഫക്റ്റ് വരും. അപ്പോൾ അത് കാരണം തവേര സ്റ്റിയറിംഗ് ബോക്സ് മാറ്റി നമ്മൾ, അതായത് 2 സ്റ്റിയറിംഗ് ബോക്സ് മാറ്റി. ഏറ്റവും ആദ്യം ബൊലേറോ പിക്കപ്പിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് മാറ്റി വെച്ചു. അത് കുറച്ച് കാലം ഓടിച്ചു, പറ്റില്ല എന്ന് കണ്ടപ്പോൾ അടുത്ത സ്റ്റിയറിംഗ് ബോക്സ് വെച്ചു. അത് ഞാൻ കുറച്ച് കാലം ഓടിച്ചു. നല്ല രസമായിരുന്നു അത് വെച്ച് ഓടിക്കാൻ. ഫീഡ്ബാക്ക് ഇല്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഭയങ്കര എന്താ പറയുക, പ്രിസൈസ് എന്ന് പറയാൻ കഴിയില്ല, ഭയങ്കര ഓവർ റേറ്റഡ് ആയിരുന്നു ആ സാധനം. ചെറിയൊരു ഫ്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ടയറിൽ ഒരുപാട് എഫക്റ്റ് വരും. അതും ട്രാക്കിൽ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഫൈൻ ആയിട്ട് മാനുവർ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അത് കാരണം ഞാൻ അതും മാറ്റി അടുത്ത സ്റ്റിയറിംഗ് ബോക്സിലേക്ക് പോയി. എല്ലാം ഓരോ, ഞാൻ പറഞ്ഞു ട്രയൽ ആൻഡ് എററിൽ പോയതാണ്. അങ്ങനെ മെഴ്സിഡീസിലെ W123 എന്നൊക്കെ പറഞ്ഞ മോഡൽ 123, 124 ഈ സാധനം വന്നിട്ടുള്ളത്. അതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സാണ് ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. അത് ഇതിനകത്താണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു വളരെ കോമ്പാക്ട് സ്റ്റിയറിംഗ് ബോക്സ് മാത്രമല്ല, ഇവിടെ ഉള്ള സ്റ്റിയറിംഗ് ബോക്സുകളിൽ വേറെ ഏത് സ്റ്റിയറിംഗ് ബോക്സും നമ്മൾ അഴിച്ചു നോക്കിയാൽ മനസ്സിലാവും കമ്പണൻസ് ഉള്ളിലത്തെ പെട്ടെന്ന് വേറാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ടീത്തുകളൊക്കെ ഭയങ്കര വലിയ ടീത്തുകളാണ്. ഇതിൽ ഒരുപാട് എണ്ണമുള്ള മൈന്യൂട്ട് ടീത്തുകളാണ് ഇതിനകത്തുള്ളത്, ഈ സ്റ്റിയറിംഗ് ബോക്സിനുള്ളത്. അപ്പം മെഴ്സിഡീസ് ബെൻസിൻ്റെ സ്റ്റിയറിംഗ് ബോക്സാണ്. ആകെക്കൂടിയുള്ള ഒരു പ്രശ്നം, എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതല്ല പോകാനുള്ള സാധനങ്ങൾ ഇതിൻ്റെ ഓയിൽ സീൽ പോലത്തെ സാധനങ്ങളെ പോവുള്ളൂ. അപ്പോൾ അതൊക്കെ വല്ലതും പറ്റിക്കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണെന്നാണ്. പക്ഷേ മാനുവർ ചെയ്യാനും ഡ്രൈവർ ഫീഡ്ബാക്കും ട്രാക്കിലുള്ള ഇതിൻ്റെ പെർഫോമൻസ് എല്ലാം ഞാൻ ഈ ഉപയോഗിച്ച 3 സ്റ്റിയറിംഗ് ബോക്സിലും ഏറ്റവും ബെസ്റ്റ് ഇതാണ്. കുറച്ച് പോരായ്മകളുണ്ട്. മൗണ്ടിങ് പോയിന്റ് ബാക്കി എല്ലാ സ്റ്റിയറിംഗ് ബോക്സിനും 4 ഉള്ളപ്പോൾ ഇതിന് വെറും 3 മൗണ്ടിങ് പോയിന്റ് ഉള്ളൂ. CJ500 ഷാസിയിലുള്ള മൗണ്ടിങ് പോയിന്റ്സ് ഇതിനോട് ഒരിക്കലും മാച്ച് ആവില്ല. അത് കാരണം നമ്മൾ കസ്റ്റം മൗണ്ടിങ് പോയിന്റ് വെച്ച് 2 സൈഡിൽ നിന്നും സാൻഡ്വിച്ച് ഒക്കെ ചെയ്തിട്ടാണ് ഈ സ്റ്റിയറിംഗ് ബോക്സ് വെച്ചിട്ടുള്ളത്. പിന്നെ ലിങ്കുകളെല്ലാം, സ്റ്റിയറിങ്ങിൻ്റെ ലിങ്ക് റോഡ് എല്ലാം, അതെല്ലാം ബൊലേറോയിൽ അല്ലെങ്കിൽ മഹീന്ദ്ര പിക്കപ്പിൽ വരുന്ന ഹെവി ഡ്യൂട്ടി സാധനങ്ങൾ. CJ-ലല്ല, CJ-ലും പഴയ FC-ലൊന്നും ഉള്ളതല്ല, പിക്കപ്പിൽ വന്നിട്ടില്ല. അത് ലോഡ് എടുക്കുന്ന പിക്കപ്പിൽ വന്നിട്ടുള്ള ലിങ്ക് റോഡൊക്കെയാണ് ഇതിനകത്തുള്ളത്. അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ പാർട്ട്. ഇനി നമുക്ക് പുറകോട്ട് പോകാം. റിയർ സസ്പെൻഷനിലേക്ക് വരുന്നതിന് മുമ്പ് ഈ സൈഡിൽ നേരത്തെ പറഞ്ഞ ബോഡി പാർട്ടിൽ പറയേണ്ടിയിരുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു സാധനമാണ്. പക്ഷേ ബോഡി പാർട്ടിൽ പറയേണ്ടതല്ല, സസ്പെൻഷൻ പാർട്ടിൽ തന്നെ പെടുത്താം. കാരണം ഷാസി റിലേറ്റഡ് സാധനമാണ് റോക്ക് സ്ലൈഡേഴ്സ്. ആ റോക്ക് സ്ലൈഡേഴ്സ് തന്നെയാണ് ഞങ്ങളുടെ ഫുഡ് സ്റ്റെപ്പും. അതിനകത്ത് കുറച്ച് ഗ്രിപ്പൊക്കെ വെച്ച് ഒരു അലുമിനിയം ഷീറ്റൊക്കെ വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം ഒരു പാറയിലൊക്കെ തട്ടിയാൽ ഷാസിയിലേക്ക് കിട്ടാതെ, അല്ലെങ്കിൽ ഈ ടയറിൽ നിന്ന് വണ്ടി ഒഴിവായി പോരാൻ വേണ്ടിയിട്ടാണ് ആ സാധനം. ഒരു പാറയിൽ തട്ടി മാറി നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റോക്ക് സ്ലൈഡേഴ്സ് ഉണ്ട്. പിന്നെ ഷാസിയിൽ പറയേണ്ട നടുക്കുള്ള ഭാഗങ്ങളായിരുന്നു. അത് ഞാൻ എന്താ പറയുക, എൻജിൻ പാർട്ടിൽ പറയണമെന്ന് വെച്ചാൽ അങ്ങനെയല്ല, സസ്പെൻഷനിൽ തന്നെ പറയേണ്ട കാര്യമാണ്. ഈ വണ്ടിയുടെ എൻജിനും ഗിയർ ബോക്സും കസ്റ്റമായിട്ട്, അതായത് നോർമൽ മൗണ്ടിങ്ങിൽ നിന്ന് പൊക്കി വെച്ചിട്ടുണ്ട്. ഒരു 2.5 ഇഞ്ച് 3 ഇഞ്ചോളം എൻജിനും ഗിയർ ബോക്സും അതിൻ്റെ പൊസിഷനിൽ നിന്ന് കുറച്ച് പൊക്കി വെച്ചു. കൂടുതൽ മുകളിലേക്കുള്ള റിവേഴ്സ് ആർട്ടിക്കുലേഷന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ എന്താ പറയുക, ഇതിൻ്റെ ബ്രേക്ക് ഓവർ ആംഗിൾ ഞാൻ നേരത്തെ പറഞ്ഞു, അപ്രോച്ച് ആംഗിൾ, ബ്രേക്ക് ഓവർ ആംഗിൾ, ഡിപ്പാർച്ചർ ആംഗിൾ, ഈ 3 കാര്യങ്ങളും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്തിട്ടുള്ളതാണ്. വണ്ടി നോർമലി കോമ്പറ്റീഷൻ ഓടിക്കുന്ന CJ3B-കളുടെ പോലെ ഷോർട്ടർ വീൽ ബേസ് അല്ല, 91 ഇഞ്ച് വീൽ ബേസ് ഉള്ള വണ്ടിയാണ്. അത് കാരണം ബ്രേക്ക് ഓവർ ആംഗിൾ എന്തായാലും പൊക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിളിൻ്റെ മുകളിൽ കൂടെ കയറുമ്പോൾ ബെല്ലി അടിച്ച് അവിടെ നിൽക്കാം. അപ്പോൾ ഷാസിയുടെ അണ്ടർ ബെല്ലി ഫുള്ള് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് എഞ്ചിനും ഗിയർ ബോക്സും പൊക്കിയിട്ടുണ്ട്. ഗിയർ ബോക്സാണ് മെയിനായിട്ട് പൊക്കേണ്ടി വന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ എന്തായാലും ഗിയർ ബോക്സ് പൊക്കുമ്പോൾ എഞ്ചിനും കുറച്ച് പൊക്കേണ്ടി വരും. എഞ്ചിനും ഗിയർ ബോക്സും പൊക്കി വെച്ചു. പക്ഷേ എനിക്ക് ബോഡി ലിഫ്റ്റ് ചെയ്യേണ്ടി വന്നില്ല. അതിന് ഞാൻ എന്ത് ചെയ്തിട്ട് ബോഡിയുടെ നടുക്കുള്ള സെൻട്രൽ ടണൽ ഫുള്ള് കട്ട് ചെയ്ത് ഗിയർ ബോക്സിന് മുകളിൽ കൂടെ പൊക്കി ഡിസൈൻ ചെയ്തു, രണ്ടാമത് ഉണ്ടാക്കിയെടുത്തു. അങ്ങനെയാണ് ഇത് അങ്ങനെ തന്നെ നേരത്തെ മുതൽ, ആദ്യം ബിൽഡ് ചെയ്തപ്പോൾ മുതൽ ഞാൻ ആ സാധനം ചെയ്തിട്ടുള്ളതാണ്. റീബിൽഡ് ചെയ്തപ്പോഴും അതേ സാധനം തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. അപ്പം അണ്ടർ ബെല്ലി ക്ലീൻ ആക്കാൻ വേണ്ടി, ഇതൊക്കെ സസ്പെൻഷനിൽ വരുന്ന കാര്യങ്ങളാണ്. ബ്രേക്ക് ഓവർ ആംഗിൾ കൂട്ടാനും അണ്ടർ ബെല്ലി ക്ലീൻ ആക്കാനും വേണ്ടി എഞ്ചിനും ഗിയർ ബോക്സ് പൊക്കി വെച്ചു. പിന്നെ കമ്മിങ് ടു ദ റിയർ സസ്പെൻഷൻ, റിയറിൽ ലീ സ്പ്രിങ്സ് സ്റ്റോക്ക് CJ500 തന്നെ ലീ സ്പ്രിങ്സ് ആണ്. സ്പ്രിങ്ങിൻ്റെ എണ്ണം ഞാൻ നേരത്തെ ഫ്രണ്ട് പറഞ്ഞ പോലെ തന്നെ പല തവണ ചെയ്ത് നോക്കിയിട്ടും, പല ട്രയൽ ആൻഡ് എറർ ചെയ്ത് നോക്കിയിട്ടൊക്കെയാണ് ലീ സ്പ്രിങ്ങിൻ്റെ എണ്ണമൊക്കെ ഞങ്ങൾ തീരുമാനിച്ചത്. പിന്നെ ഉള്ളത് റിയർ ലീ സ്പ്രിങ്ങിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അതായത് നോർമലി CJ500 ഔട്ടർ പർച്ചാണ് വരിക, ഷാസിയുടെ പുറത്താണ് പർച്ച് വരിക. അങ്ങനെ ഔട്ടർ പർച്ച് വരുമ്പോൾ ആർട്ടിക്കുലേഷൻ അത് ലിമിറ്റ് ചെയ്യും. അതായത് ഡിഫറൻഷ്യൽ താഴത്തേക്കും മുകളിലേക്കും ഇറങ്ങി കയറി കൊടുക്കുന്നതിനെ ലിമിറ്റ് ചെയ്യും. അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നോർമലി ഷാസിയുടെ നേരെ താഴേക്ക്, നമ്മൾ NGCS വണ്ടികളിലും ഓൾഡ് ജനറേഷൻ ജീപ്പുകളിലും ഉള്ള പോലെ ഷാസിയുടെ തൊട്ട് താഴേക്ക്. അതുകൊണ്ട് ഒരു നെഗറ്റീവ് എഫക്റ്റ് എങ്ങനെ വരുന്നു വെച്ചാൽ സ്റ്റെബിലിറ്റി കുറച്ച് കുറയും. ഔട്ടർ പർച്ചുള്ള വണ്ടികളാണെങ്കിൽ കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും നിലത്ത്. പക്ഷേ അത് ഇന്നർ പർച്ചാക്കുമ്പോൾ സ്റ്റെബിലിറ്റി കുറയും. പക്ഷേ എനിക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത് ആർട്ടിക്കുലേഷൻ. ആ പറഞ്ഞ സ്റ്റെബിലിറ്റി കുറയും എന്നുള്ള എഫക്റ്റിനെ മാറ്റാൻ വേണ്ടി ഞാൻ അതിൻ്റെ സസ്പെൻഷനിലും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ലോങ് ട്രാവൽ ഹെവി ഡ്യൂട്ടി സസ്പെൻഷൻ.
അയൺമാൻ്റെ തന്നെ ഷോക്സ് ആണ് പുറകിലും. ഇതേപോലെ ലോങ് ട്രാവൽ ആയതുകൊണ്ട് ഇതിൻ്റെ മൗണ്ടും പൊട്ടിച്ച് പുറകോട്ട് മുകളിലേക്ക് കയറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ട്. നോർമൽ റിയർ ഷോക്കിൻ്റെ മൗണ്ടിങ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയില്ല. ബോഡിയുടെ അകത്താണ്, അതായത് പൊക്കി ഷാസിയിൽ നിന്ന് പൊക്കി വലിയൊരു മൗണ്ടിങ് ഉണ്ടാക്കി അതിന് മുകളിലേക്കാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ റിയർ സസ്പെൻഷനിലെ ലീ സ്പ്രിങ്ങും ഷോക്ക് അബ്സോർബറും കഴിഞ്ഞു. ഷാക്കിളൊക്കെ നോർമൽ ഷാക്കിൾ സെറ്റപ്പ് തന്നെയാണ്. ബോഡി ലിഫ്റ്റ് എന്ന് പറയാനൊന്നും ഇല്ല. ഒരു എന്താ പറയുക, 407ൻ്റെ ക്യാബിൻ ബുഷിൽ വരുന്ന 2 പീസുകളിലെ ഒരു പീസ് ഏറ്റവും കട്ടി കുറഞ്ഞ വൈഡർ ആയിട്ടുള്ള പീസ് എടുത്തിട്ടാണ് കംപ്ലീറ്റ് ബോഡി മൗണ്ട് ചെയ്തിരിക്കുന്നത് ഷാസിയിലേക്ക്. പിന്നെ ഉള്ളത് റിയർ ഡിഫറൻഷ്യൽ ഫുൾ ഫ്ലോട്ടിംഗ് ആക്സിൽ വരുന്ന പിക്കപ്പിൽ വരുന്ന 55 ഇഞ്ച്, ഫ്രണ്ടിനേക്കാളും 2 ഇഞ്ച് വീതി കുറഞ്ഞ റിയർ ഡിഫറൻഷ്യൽ. അത് പല ഓഫ്സെറ്റുകളുണ്ട്. ഓഫ്സെറ്റുകളെ കുറിച്ചും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വേറെ, അതായത് ഡിഫറൻഷ്യലുകളുടെ ഓഫ്സെറ്റിനെ കുറിച്ച് പിന്നീട് പറയാം. ഇത് റൈറ്റ് അല്ല, സെൻറ്റർ ഓഫ്സെറ്റാണ്. പിക്കപ്പിൽ വരുന്ന സെൻറ്റർ ഓഫ്സെറ്റ് 2 ആക്സിലും ഒരേ ലെങ്ത്ത്, ഓൾമോസ്റ്റ് സെയിം ലെങ്ത്ത് ഉള്ള ഡിഫറൻഷ്യലാണ്. അതിൻ്റെ ഈ ഫുൾ ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും ഒരു ഇവൻറ്റിൽ പെട്ടെന്ന് ഒരു ആക്സിൽ പൊട്ടി എന്ന് വിചാരിക്കുക. ഈ 8 ബോൾട്ട്, ഈ നടുക്കുള്ള 8 ബോൾട്ട് ഊരി അത് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ആ പൊട്ടി ആക്സിലടക്കം നമുക്ക് വലിച്ചു ഊരിയെടുക്കാം. അതായത് സെമി ഫ്ലോട്ടിംഗ് ആക്സിലിൽ ഇത് നടക്കില്ല. അതായത് വീൽ ഊരി കംപ്ലീറ്റ് ബ്രേക്ക് സെറ്റപ്പ് എല്ലാം ഊരി എടുത്താൽ മാത്രമേ ആക്സിൽ മാറ്റാൻ കഴിയുള്ളൂ. പെട്ടെന്ന് ഒരു ട്രാക്കിൽ 2-3 ട്രാക്കുള്ള ഇവൻ്റ് ആണെങ്കിൽ ഫസ്റ്റ് ട്രാക്കിൽ ആക്സിൽ പൊട്ടിയാലും നമുക്ക് റിക്കവറി അല്ലെങ്കിൽ തിരിച്ച് ഇതിൽ ഫിനിഷ് ബോക്സിൽ വന്ന ഉടനെ തന്നെ നമുക്ക് ആക്സിൽ മാറ്റാൻ എളുപ്പം. ഞാൻ എപ്പോഴും ഇവൻറ്റിന് പോകുമ്പോൾ സ്പെയർ ആക്സിൽസൊക്കെ ക്യാരി ചെയ്യാറുണ്ട്. അതാണുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ലാംഡയുടെ എയർ ആക്ടിവേറ്റഡ് ഡിഫറൻഷ്യൽ ലോക്കേഴ്സ്. അത് ബാക്കിൽ 19 സ്പ്ലൈനാണ്. അതായത് പിക്കപ്പിൽ വരുന്ന ആക്സിൽ 19 സ്പ്ലൈനുള്ള ആക്സിലായതുകൊണ്ട് 19 സ്പ്ലൈൻ ലാംഡ റിയർ ഡിഫറൻഷ്യൽ ലോക്കേഴ്സും. ഫ്രണ്ടിലുള്ളത് ഞാൻ പറഞ്ഞു ക്രോമോളി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തതുകൊണ്ട് അത് 30 സ്പ്ലൈനാണ് വന്നത്. അപ്പോൾ 30 സ്പ്ലൈനുള്ള ലോക്കേഴ്സുമാണ്. 2 ലോക്കേഴ്സും സെയിം അല്ല. അതിപ്പോൾ ബാക്കിലത്തെ പൊട്ടിയ ഫ്രണ്ടിലേക്ക് എടുത്തിടൽ നടക്കില്ല. 2 ടൈപ്പ് ലോക്കേഴ്സാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ സസ്പെൻഷൻ പാർട്ട്. നൗ വിൽ കം ടു ദ പെർഫോമൻസ് തിങ്സ്. സസ്പെൻഷൻ പാർട്ടിൽ നമ്മൾ പറയാൻ വിട്ടുപോയ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യം ടയറും വീലും. ഞാൻ കോമ്പറ്റീഷൻ ഓടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വീലും ടയറുമാണ്. നോർമലി ഓഫ് റോഡ് കോമ്പറ്റീഷൻസ് സ്റ്റീൽ വീലാണ് ഏറ്റവും നല്ലതെന്നൊക്കെ ആദ്യം എനിക്കൊരു മിഥ്യാധാരണ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റിയിട്ടുണ്ട് ഞാൻ. അതായത് ഒരുപാട് തവണയുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. സ്റ്റീൽ വീലുകൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയ സ്റ്റീൽ വീലുകളെല്ലാം ഒരുപാട് ആക്സിലിന് സ്ട്രെയിൻ കൊടുക്കുന്ന ടൈപ്പ് ഓഫ്സെറ്റ് കൂടിയ ഹെവി ഡ്യൂട്ടി അല്ലെങ്കിൽ ഭയങ്കര ഹെവി ലോഡുള്ള സ്റ്റീൽ വീലാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ലത് സ്റ്റീൽ വീൽ തന്നെയാണ്. പക്ഷേ അതിനൊരു മാറ്റം വരുത്തി ഞാൻ അലോയ് ട്രൈ ചെയ്തതാണ്. ഇത് പണ്ട് സ്കോർപ്പിയോയിലൊക്കെ വന്നിരുന്ന, ഞാനൊരു സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചതാണ്. സ്കോർപ്പിയോയിൽ വന്നുകൊണ്ടിരുന്ന HRS എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു -15 അറൗണ്ട് ബിലോ -20 ഓഫ്സെറ്റ് ഉള്ള അലോയ് വീലാണ്. 16 ഇഞ്ച് അലോയ് വീലാണ്. ആ അലോയുടെ മുകളിൽ ഇട്ടിരിക്കുന്ന ടയർ 32 ഇഞ്ച് മാക്സിസിൻ്റെ CST. ഈ ടയർ ഇട്ട് തന്നെയാണ് ഞാൻ കോമ്പറ്റീഷൻ ഓടിക്കുന്നത്. വണ്ടി പുറത്തൊന്നും റോട്ടിലൊന്നും ഇതിട്ട് ഓടാറില്ല. അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തോട്ടത്തുനിന്ന് വീട്ടിലേക്കൊക്കെ പോകാനാണെങ്കിലും ഞാൻ ഈ ടയർ ഒരിക്കലും ഉപയോഗിക്കാറില്ല. ഇത് കോമ്പറ്റീഷന് വേണ്ടി മാത്രം. വണ്ടി കോമ്പറ്റീഷൻ കഴിഞ്ഞ് ഊരി വയ്ക്കും. ഇന്നിപ്പോൾ നമ്മൾ ഇത് റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം എടുത്തിട്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പം മാക്സിസിൻ്റെ 32 11.5 16 എന്ന് പറഞ്ഞ സൈസിലുള്ള CST ടയേഴ്സാണ്. ഞാൻ വാങ്ങിച്ച സമയത്ത് ഇത്രയൊന്നും വില ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ടയേഴ്സ് എന്താണ് പറയുക, വളരെ റെയറാണ് കിട്ടാൻ. ഈ സൈസും ഈ ടൈപ്പ് ഈ ഡിസൈൻ ഈ പാറ്റേണുള്ള ടയറൊന്നും ഇപ്പോൾ കിട്ടാൻ ഇല്ല. ശരിക്കും പറഞ്ഞ മാർക്കറ്റിൽ ഓൾമോസ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ തീർന്നു സാധനം. അവിടെ ഇവിടെയുള്ള ടയേഴ്സ് തന്നെ അവർ ഉള്ള ഡീലേഴ്സ് എല്ലാം നല്ലോണം വില കൂട്ടിയാണ് വെക്കുന്നത്. കാരണം വാങ്ങിക്കാൻ അത്ര എന്ത് വില പറഞ്ഞാലും വാങ്ങിക്കാൻ ആൾക്കാരുണ്ട്, ഡിമാൻഡ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ടയറും വീലും. സോ അതോടുകൂടി സസ്പെൻഷൻ പാർട്ട് തീർന്നു. ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് പോവാം. അപ്പം കൊളോസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ആ കൊളോസസ് എന്നുള്ള പേര് കുറേ ഓൺലൈനൊക്കെ തപ്പി ഞാനും ശ്രീരാഗും കൂടി തപ്പി പിടിച്ച ഒരു പേരാണ്. കൊളോസസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സംതിങ് വിത്ത് എനോർമസ് പവർ ആൻഡ് എബിലിറ്റി എന്നൊക്കെ കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നി എൻ്റെ വണ്ടിക്ക് അങ്ങനെ കുറച്ച് പവർഫുൾ ആണെന്ന്. അതായത് പവർ ടു വെയിറ്റ് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ കേട്ടോ, അങ്ങനെ ഒരു പ്രത്യേകതയാണ് ഞാൻ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ ഈ ഒരു ആസ്പെക്റ്റ് വെച്ചാണ് ഞാൻ ഈ വണ്ടി ഫുള്ള് ചെയ്തിട്ടുള്ളത്. ഇതിലും കൂടുതൽ പവറുള്ള വണ്ടികളൊക്കെ, എൻജിൻ പവറുള്ള വണ്ടികളൊക്കെ ഉണ്ട്. പക്ഷേ വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള വണ്ടികളുടെ അത്രയും ഹെവി അല്ല എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇത് ഇങ്ങനെ പെർഫോം ചെയ്യണത്. പിന്നെ അതാണ് കൊളോസസ് എന്നുള്ള പേരിൻ്റെ പിന്നിലെ കഥ. പിന്നെ ഈ വണ്ടി ഒരു CJ500 ആണ്. മഹീന്ദ്രയുടെ 1994 മോഡൽ CJ500 ആണ്. പഴയ CJ500 ആണോ എന്ന് വെച്ചാൽ ആ CJ500ലുള്ള ആകെ ഷാസി മാത്രമേ ഇപ്പോൾ ഇതിനകത്തുള്ളൂ. ബാക്കി എല്ലാ സാധനവും അല്ല, അതിൻ്റെ ഒറിജിനൽ ഷാസി അല്ല, അതും റിപ്പയർഡാണ്. അപ്പം ഒന്നും തന്നെ അതിലത്തെ ഇല്ല. CJ500 എന്ന് പറഞ്ഞ ബേസാണ് ഈ വണ്ടിയിൽ. ഒരു എന്താ പറയുക,
CJ500 ഷേപ്പ് നിലനിർത്തണം എന്നൊക്കെ എനിക്ക് കുറേ ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഷേപ്പിൽ തന്നെ വണ്ടി ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഒരു പുറത്തുനിന്ന് പെട്ടെന്ന് കണ്ടാൽ ഒരു CJ500 ആണെന്ന് തന്നെ തോന്നിക്കുന്ന കോലത്തിൽ തന്നെയാണ്. ഈ വണ്ടിയുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ ഞാനിതിനകത്ത് ചൂസ് ചെയ്ത എഞ്ചിനും ഗിയർ ബോക്സും ഞാൻ നേരത്തെ പറഞ്ഞു. നോർമൽ കോമ്പറ്റീഷൻ വണ്ടികൾ, ഒരുപാട് കോമ്പറ്റീഷൻ വണ്ടികൾ നമ്മുടെ കൂടെ കോമ്പറ്റ് ചെയ്യുന്ന വണ്ടികളുണ്ട്. നേരത്തെ ഒരുപാട് പേര് തുടങ്ങി വെച്ചത് ഈ എഞ്ചിനിൽ തന്നെയായിരുന്നു. DI ടർബോ എന്ന് പറഞ്ഞ ബൊലേറോ പിക്കപ്പിലും അല്ലെങ്കിൽ 2004 ശേഷം മഹീന്ദ്ര മേജറിൽ വന്ന അതേ എഞ്ചിൻ 2004 ശേഷം തന്നെയാണ്. അതെ, 2004 ശേഷം, അതെ, ഏതാണ്ട് അത് തന്നെയാണ് സമയം. അതിനുശേഷം DI ടർബോ വന്നിട്ടുണ്ട്. ആ DI ടർബോ എഞ്ചിൻ തന്നെയാണ് മഹീന്ദ്രയുടെ താർ DI, ബൊലേറോ പിക്കപ്പ്, പിന്നെ ഏറ്റവും അവസാനമല്ല 2007 ശേഷം ഇറങ്ങിയ ബൊലേറോ, അതിനെല്ലാം. അപ്പോൾ 2004 ആണെന്നുള്ള മറ്റേ കാര്യത്തിൽ ചെറിയ സംശയമുണ്ട്. ചോദിക്കാൻ ആദിത്യ ബോസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ആളോട് ഞാൻ ചോദിച്ചിട്ട് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം DI ടർബോ എഞ്ചിൻ അതാണ് ഇതിനകത്തുള്ളത്. DI ടർബോ എഞ്ചിൻ ഞാൻ വെക്കാനുള്ള കാരണം, പിന്നെയുള്ള അടുത്ത ഓപ്ഷൻ മഹീന്ദ്രയുടെ ഓപ്ഷൻ ഉള്ളത് സ്കോർപിയോയുടെ SE+ എന്ന് പറഞ്ഞ DI എഞ്ചിനാണ്. ഇലക്ട്രോണിക്സ് ഉള്ള എഞ്ചിനൊന്നും നമ്മൾ ലോക്കൽ ഇവൻറ്റ്സിന് ഓടിക്കാറില്ല. മെയിൻ്റനൻസ് കുറയ്ക്കാനും പിന്നെ അനാവശ്യ നൂലാമാലകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക്സ് ഒഴിവാക്കുന്നത്. ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിൻസ് ആണ്, ഒക്കെ ടർബോ ചാർജ്ഡാണ്. അപ്പോൾ സ്കോർപിയോയുടെ എഞ്ചിനും ഈ എഞ്ചിനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയാൻ ഒരു 10-30-35 കിലോളം സ്കോർപിയോ എഞ്ചിൻ ഇതിനേക്കാളും ഹെവിയറാണ്. ബ്ലോക്ക് ഹെവിയറാണ്. പക്ഷേ ആ ഹെവിയർ ആണ് എന്നുള്ള കാരണത്തിന് നമ്മൾ എന്താ പറയുക, ഒരു അഡ്വാൻറ്റേജും ഉണ്ട്. ഇതിനേക്കാൾ ഇത് 68-70 BHP ഉള്ളൂ ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ. ആ സ്ഥാനത്ത് സ്കോർപിയോയുടെ എഞ്ചിൻ 105 BHP പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും പവർ കൊണ്ട് ഞാൻ പിന്നിലാണ്. പക്ഷേ ഈ എഞ്ചിനെ ഞാൻ മാക്സിമം ഊറ്റിയെടുക്കുന്നുണ്ട്. അതായത് ഈ എഞ്ചിന് ചെയ്യാവുന്ന അല്ലെങ്കിൽ പെർഫോം ചെയ്യാവുന്ന അത്രയും തന്നെ പെർഫോമൻസ് ഞാൻ ഇതിനകത്തുനിന്ന് വീലിലേക്ക് ഊറ്റിയെടുക്കുന്നുണ്ട്. എന്താണെന്ന് ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് അപ്ഗ്രേഡുകൾ, ടർബോ അപ്ഗ്രേഡ് ചെയ്തു. ടർബോ മഹീന്ദ്രയുടെ തന്നെ വേറൊരു വണ്ടിയിൽ വന്ന ബിഗർ ടർബോ ആണ്. സ്റ്റൈലോല് വന്ന ടർബോ ആണ്. എല്ലാവരും കുറേ പേര് സ്കോർപിയോടെ ട്രൈ ചെയ്തു. സ്റ്റൈലോടെ ടർബോ കുറച്ചും കൂടി ഫാസ്റ്റർ റവിങ് ടർബോ ആണ്, അല്ലെങ്കിൽ ചെറിയ RPM മുതൽ തന്നെ വർക്ക് ചെയ്ത് തുടങ്ങും. അത് കാരണം ഞാൻ സ്റ്റൈലോടെ ടർബോയും ഫ്യൂവൽ പമ്പ് മഹീന്ദ്രയിൽ തന്നെ വന്ന നിസാൻ ഒരു 4 വീലുള്ള പിക്കപ്പ്, നമ്മൾ ആൽവിൻ നിസാൻ എന്നൊക്കെ പറഞ്ഞ പേര് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ മഹീന്ദ്രയുടെ ലോഡ് കാരിയർ, ലോഡ് കിങ് എന്ന് കണ്ടാണ് അതിൻ്റെ പേര്, 4 വീലുള്ള ആ വണ്ടിയിലുള്ള സെയിം ഫ്യൂവൽ പമ്പുമാണ്. ഇതിന് പുറമെ ഈ പറഞ്ഞ സാധനങ്ങൾ ടർബോ ഒക്കെ അപ്ഗ്രേഡ് ചെയ്തത് കൊണ്ട് പിന്നെ ഉള്ള പ്രശ്നം എനിക്കുള്ളത്, ഈ വണ്ടി ഓവർ ഹീറ്റ് ആവും. ടർബോ മാറി, ഇഞ്ചക്ടേഴ്സ് മാറി. അത് ഞാൻ പറയാൻ വിട്ട കാര്യമാണ്. ഇഞ്ചക്ടേഴ്സ് എല്ലാം മാറിയിട്ടുണ്ട്. അതായത് നോസിലെല്ലാം മാറി, കൂടുതൽ ഫ്യൂവൽ സ്പ്രേ ചെയ്യുന്ന ടൈപ്പ് നോസിൽസ് ആക്കി. ഈ പറഞ്ഞ അപ്ഗ്രേഡുകളൊക്കെ ചെയ്തപ്പോൾ വണ്ടി ഓവർ ഹീറ്റ് ആവാൻ ചാൻസസ് കൂടുതലുള്ളത് കൊണ്ട് നമ്മളിതിൻ്റെ റേഡിയേറ്റർ അപ്ഗ്രേഡ് ചെയ്തു. നോർമൽ CJ500 റേഡിയേറ്റർ അല്ല, കസ്റ്റമായിട്ട് റീബിൽഡ് ചെയ്തപ്പോൾ വലിയ താറിൽ വരുന്ന വലിയ കൂടുതൽ കോറുള്ള റേഡിയേറ്റർ കയറ്റി വെച്ചു. ആ റേഡിയേറ്റർ വെച്ചിട്ടും തണുത്തിട്ടില്ലെങ്കിൽ, അതായത് ഈ പറഞ്ഞ എയറിനെ തണുപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, എയറല്ല ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോണ വാട്ടറിനെ തണുപ്പിക്കാൻ, എഞ്ചിൻ കൂളിംഗ് സിസ്റ്റത്തിനെ തണുപ്പിക്കാൻ ഇല്ലെങ്കിലോ എന്ന് സംശയിച്ചിട്ട് ഞാനതിന് 2 ഫാനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് താറിൻ്റെ എന്താ പറയുക, കണ്ടൻസർ ഫാനുകളാണ്. താർ CRDയിൽ വരുന്ന കണ്ടിട്ടുണ്ടാവും പലരും. താർ CRDയുടെ ഫ്രണ്ടിൽ റേഡിയേറ്ററിൻ്റെ മുമ്പിൽ 2 കണ്ടൻസർ ഫാനുകളുണ്ടാവും. ആ കണ്ടൻസർ ഫാനുകളാണ് ഞാൻ ഫ്രണ്ടിൽ പിടിപ്പിച്ചിട്ടുള്ളത്. അതിന് എക്സ്ട്രാ 2 സ്വിച്ചസും പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ തെർമോസ്റ്റാറ്റ് പിടിപ്പിച്ച് ചൂടാകുമ്പോൾ താനേ വർക്ക് ചെയ്യും. ഇനി അതല്ല, നമുക്ക് തോന്നുകയാണ് വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഡയറക്റ്റ് സ്വിച്ച് വെച്ചിട്ട് അതെനിക്ക് ഓൺ ചെയ്യാനും പറ്റും. അപ്പം അങ്ങനെ ഒരു അപ്ഗ്രേഡ് കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാരണം പെർഫോമൻസ് എപ്പോഴും ഹയർ എൻഡിൽ തന്നെ ആവും ട്രാക്കിൽ. DI ടർബോ എൻജിൻ വിത്ത് ബിഗർ ടർബോ, പിന്നെ ഫ്യൂവൽ പമ്പ് കുറച്ചും കൂടി വലിയ ഫ്യൂവൽ പമ്പാണ്. ഈ ഫ്യൂവൽ പമ്പ് മാറ്റി വെച്ചപ്പോൾ കുറച്ച് ടൈമിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ, കുറേ ട്രയൽ ആൻഡ് എററിൽ കൂടെ പഠിച്ച സാധനങ്ങളാണ്. അതിൽ ഫ്യൂവൽ പമ്പൊക്കെ ആദ്യം ഞാൻ ഇതിൻ്റെ സ്റ്റോക്ക് ഫ്യൂവൽ പമ്പിൽ കുറേ കാലം കൊണ്ടുകിടന്നു. ഒരു ഇവൻറ്റിൽ വെച്ച് ഫ്യൂവൽ പമ്പ് ഫോൾട്ടിയായി, അതായത് വെള്ളം കയറിയിട്ടൊക്കെ ഫ്യൂവൽ പമ്പ് നാശമായി. കുറേ ഇവൻ്റ് ഓടിയപ്പോൾ എന്തായാലും പരിക്ക് വരും. പിന്നെ അപ്ഗ്രേഡ് ചെയ്തത്, ഞാനിപ്പം എൻ്റെ വണ്ടി ബിൽഡ് ചെയ്തെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം KM എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഗ്യാരേജിലാണ്. നമ്മുടെ തന്നെ ഒരു ക്ലബ് മെമ്പറാണ് മെഹബൂബ് എന്ന് പറഞ്ഞ പുള്ളിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് നാസർ. അങ്ങേരും കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പമ്പ് അപ്ഗ്രേഡ് അങ്ങനത്തെ സാധനങ്ങൾ ലോറിയുടെയൊക്കെ കുറേ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. അപ്പം ലോറിയിൽ വരുന്ന പമ്പ് ഏതാണെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുള്ളിക്ക് നല്ല വശമുണ്ട്. അപ്പോൾ അത് കാരണം ആളെ കൊണ്ട് ഞാനിത് പമ്പെല്ലാം അപ്ഗ്രേഡ് ചെയ്യിച്ചു. അങ്ങനെയാണ് ഇതിൻ്റെ പുതിയ പമ്പ് ഇതിനകത്ത് വന്ന്. പലരും പമ്പ് അപ്ഗ്രേഡ്സ് ചെയ്തിട്ടുണ്ട്. ഒരാളും ഇത് ഡിസ്ക്ലോസ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല. അതൊക്കെയാണ് ഞാൻ ഇതിൽ ഫേസ് ചെയ്തിട്ടുള്ള മെയിൻ പ്രശ്നങ്ങളൊക്കെയാണത്. അത് ഞാൻ ഓഫ് റോഡിങ് കോമ്പറ്റീഷൻ ഇറങ്ങിയ പിന്നെ
പെർഫോമൻസ് അപ്ഗ്രേഡ് ആരെന്ത് ചെയ്താലും എനിക്കൊരാളും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചിലരുടെയൊക്കെ എഞ്ചിൻ റൂമിൽ കയറി നോക്കുമ്പോഴാണ് മനസ്സിലാവണം നമ്മുടെ എഞ്ചിൻ റൂമിലകത്തിരിക്കുന്ന സാധനങ്ങളല്ല അതിനകത്ത് നിന്ന് മനസ്സിലാക്കി ഞാൻ ഇങ്ങനെ ഇവരുടെ അടുത്തൊക്കെ പോയി. അങ്ങനെയാണ് ഈ മെഹബൂബക്കയും നാസർക്കയും കൂടി ചെയ്തു തന്നാണ് എൻ്റെ ഫ്യൂൽ പമ്പ് അപ്ഗ്രേഡ് ചെയ്ത് തന്നു. ഈ ഫ്യൂൽ പമ്പ് അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം സത്യം പറഞ്ഞ പെർഫോമൻസിൽ ഒരുപാട് ഡിഫറൻസ് വന്നു. ഞാൻ പറഞ്ഞു KMT90 എന്ന് പറഞ്ഞൊരു ഗിയർ ബോക്സാണ് ഇതിനകത്തുള്ളത്. അത് മഹീന്ദ്രയിൽ വന്ന 4 സ്പീഡ് ഗിയർ ബോക്സ്. മഹീന്ദ്ര ഇന്ന് വരെ ഇറക്കിയതിൽ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയണതാണ്, ഇന്ന് വരെ ഇറക്കിയതിൽ ഏറ്റവും ചീപ്പർ മെയിൻ്റെനൻസ്, ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള, അത്യാവശ്യം കോമ്പറ്റീഷൻ ഉപയോഗിക്കാനും പറ്റിയ സ്പീഡൊക്കെ തരുന്ന ഒരു ഗിയർ ബോക്സാണ് ഈ KMT90. പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്താലും ഓൺ ദ ഗോ ലോയിൽ നിന്ന് ഹൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്താലൊന്നും വലിയ പരിക്കൊന്നും ഇതുവരെ പറ്റിയിട്ടില്ല. ഒരു ഇവൻറ്റിന് പോയപ്പോൾ 2 സൈഡിൽ നിന്നും കൂടി വലിച്ച് അതായത് വണ്ടി റിവേഴ്സ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മുന്നോട്ട് വലിച്ചിട്ട് എൻ്റെ ഗിയർ ബോക്സ് ഒക്കെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. അത് ഇതേ KMT90 തന്നെയാണ്, അത് കഴിഞ്ഞ് റീബിൽഡ് ചെയ്തതാണ്. അതല്ലാതെ വലിയ പരിക്കുകളൊന്നും ശരിക്കും പറഞ്ഞാൽ ഈ തരത്തിലുള്ള ഓടിക്കലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ വേറെ വല്ല ഗിയർ ബോക്സ് ആണെങ്കിൽ എപ്പോഴോ പൊളിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി റിലയബിൾ ഗിയർ ബോക്സ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പമ്പ് അപ്ഗ്രേഡ് ചെയ്തതിനു ശേഷം നേരത്തെ ഞാൻ സെക്കൻഡ് ഗിയറിൽ ഓടിച്ചുകൊണ്ടിരുന്ന പല പോർഷൻസും പല ടൈപ്പ് ടെറൈൻസും ഇപ്പോൾ എനിക്ക് തേർഡ് ഗിയറിൽ തന്നെ ഓടിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഒരു സാധനം. പിന്നെ കുറച്ച് ട്യൂണിംഗ് ഒക്കെയാണ്. ട്യൂണിങ്ങും അതിന് ടൈമിംഗ് എല്ലാം ഞാൻ പറഞ്ഞു പമ്പ് മാറിയപ്പോൾ അവർ ചെയ്ത കാര്യങ്ങളാണ്. അതൊക്കെ അവർ ഫൈൻ ട്യൂൺ ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനത്തെ വല്ല കാര്യങ്ങളും വേണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിനോടൊന്നും ഞാൻ അത്ര അവെയർ അല്ല. പക്ഷേ എനിക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് പറഞ്ഞപ്പോൾ അവർ ചെയ്തു തന്ന കാര്യങ്ങൾ പെർഫോമൻസ് അപ്ഗ്രേഡ് റീമാപ്പ് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിൻ ആയതുകൊണ്ട് ഈ പറഞ്ഞ ഫൈൻ ട്യൂണിങ്ങിലാണ് ഇതിൻ്റെ പവർ കൂട്ടിയിട്ടുള്ളത്. പെർഫോമൻസിൽ പിന്നെ ഉള്ളത് ഇതിൻ്റെ എക്സോസ്റ്റ് ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് പാർട്ടിൽ പറയാവുന്ന സാധനങ്ങളാണ് ഫിഡിൽ ബ്രേക്ക്. ലോക്കേഴ്സും വേണമെങ്കിൽ അതിൽ പെടുത്താം, പക്ഷേ ലോക്കേഴ്സ് ഓൾറെഡി നമ്മൾ സസ്പെൻഷനിലും ഒക്കെ പറഞ്ഞു. ഫിഡിൽ ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനമാണ് ഈ വണ്ടി, അതായത് നേരത്തെ പലരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ വണ്ടിയിൽ ഇറങ്ങിയ പിന്നെയാണ് കുറച്ചും കൂടി സോഷ്യൽ മീഡിയയിൽ ഈ സാധനം ഹിറ്റായത്, എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയതും എന്ന് തോന്നുന്നുണ്ട്. പലരും ചെയ്തിട്ടുണ്ടായിരുന്നു, പലരും അത് സീക്രട്ടാക്കി വെച്ചു. ഒരു 4-5 വർഷം മുമ്പ് തന്നെ പഞ്ചാബിൽ പണിതുകൊണ്ടിരുന്ന കോമ്പറ്റീഷൻ വണ്ടികൾ, RFC വണ്ടികളിലൊക്കെ ഈ പറഞ്ഞ സാധനമുണ്ട്, ഫിഡിൽ ബ്രേക്ക് ഉണ്ട്. ഫിഡിൽ ബ്രേക്ക് എന്താണെന്ന് വെച്ചാൽ ബാക്കിലെ ഇൻഡിവിജ്വൽ വീലുകൾ നമ്മൾ ലോക്ക് ചെയ്യാൻ പറ്റും. അത് സ്വിച്ചിലാണ് ലോക്ക് ചെയ്യുക, ലിവറിലല്ല. 2 സ്വിച്ച് വെച്ചിട്ട്, ലിവറിലും ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷേ എൻ്റെ ഈസ് ഓഫ് യൂസിന് വേണ്ടിയിട്ട് ഞാനത് 2 സ്വിച്ചാക്കി, ലെഫ്റ്റും റൈറ്റും ഇൻഡിപെൻഡൻറ്റ് 2 സ്വിച്ചാക്കി. നമ്മൾ നേരത്തെ ഇൻറ്റീരിയർ കാണിച്ച സ്വിച്ചസ് തന്നെയാണ്. അതിൽ റൈറ്റിലേക്ക് ടേൺ എടുക്കുമ്പോൾ റൈറ്റ് വീല് ലോക്ക് ചെയ്യും. നമ്മൾ ഷെയർപ്പിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നു, ഫിഡിൽ ബ്രേക്കൊക്കെ അതിൽ നിന്നൊക്കെ ഇവോൾവ് ചെയ്ത് വന്ന സാധനമാണ്. അത് നമ്മൾ കോമ്പറ്റീഷൻ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഫാസ്റ്റർ ആവാൻ തുടങ്ങി. ടേൺ എടുക്കാൻ നമ്മൾ സ്റ്റിയർ ചെയ്യേണ്ടത് കുറച്ച് സ്റ്റിയർ ചെയ്ത് ബാക്കി സ്റ്റിയർ ചെയ്യുന്നത് ഫുള്ള് ഫിഡിൽ ബ്രേക്കിലാണ്. അപ്പം ആ ഫിഡിൽ ബ്രേക്ക് ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങൾ ഇലക്ട്രോണിക് സംഭവം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്, പക്ഷേ അങ്ങനെയല്ല. ബാക്കിൽ നോർമലി ജീപ്പുകൾക്കും ഒരുമാതിരിപ്പെട്ട SUVകൾക്കെല്ലാം ബാക്കിൽ പഴയ SUVകൾക്കെല്ലാം ഡ്രം ബ്രേക്സാണ് വന്നിട്ടുള്ളത്. ഈ വണ്ടിയിൽ അത് ഡിസ്ക് ബ്രേക്സ് ആക്കി. അതിൽ റിയറിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ജിപ്സിയുടെ ഡിസ്ക്കാണ്. ഫിഡിൽ ബ്രേക്ക് ആദ്യം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ പലരും പുതിയ സാധനങ്ങൾ പറ്റി തുടങ്ങി. എൻ്റെ വണ്ടിയിൽ ഇപ്പോഴും ജിപ്സിയുടെ ഫ്രണ്ട് റോട്ടേഴ്സ് തന്നെയാണ് ഉള്ളത്. 2 കാലിപ്പർ വെച്ചു. നോർമൽ ബ്രേക്കിങ്ങിന്, അതായത് പെഡലിലുള്ള ബ്രേക്കിങ്ങിന് ഒരു കാലിപ്പർ, ഫിഡിൽ ബ്രേക്കിന് വേണ്ടി വേറെ ഒരു കാലിപ്പർ. അപ്പോൾ ആ കാലിപ്പർ മൗണ്ട് ചെയ്യാൻ ഒരു സ്പെഷ്യൽ പ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഡിഫറൻഷ്യലിൻ്റെ മുകളിൽ. അപ്പോൾ ആ മൗണ്ടിങ് പ്ലേറ്റിലേക്ക് 2 കാലിപ്പർ വെച്ച് ഈ 2 കാലിപ്പറാണ് ഡിസ്കിനെ ലോക്ക് ചെയ്യേണ്ടത്. നോർമൽ ബ്രേക്കിന് ഒരു കാലിപ്പറും ഫിഡിൽ ബ്രേക്കിന് വേറെ ഒന്നും. അപ്പം ഒരു ബ്രേക്ക് കൺട്രോൾ ചെയ്യുന്നത്, ഫിഡിൽ ബ്രേക്കിൻ്റെ കാലിപ്പർ കൺട്രോൾ ചെയ്യുന്നത് ലോറിയിലും വലിയ ക്രെയിനിലൊക്കെ വരുന്ന വലിയ ഹൈഡ്രോളിക് ബൂസ്റ്റേഴ്സ് ഉണ്ട്, ന്യൂമാറ്റിക് ബൂസ്റ്റേഴ്സ്. എയർ ഓവർ ഹൈഡ്രോളിക് എന്നാണ് പറയുക, AOH, എയർ ഓവർ ഹൈഡ്രോളിക് ബൂസ്റ്റേഴ്സാണ്. അതായത് എയർ ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്, പക്ഷേ വർക്കിംഗ് പ്രിൻസിപ്പൽ ഹൈഡ്രോളിക് ആണ്. അതായത് ഓയിൽ പ്രഷറാണ് അവസാനം ഡിസ്കിനെ കയറി ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ എയർ കൺട്രോൾ ചെയ്യാൻ ആദ്യം ഞാൻ ഇലക്ട്രോണിക് ടു എയറായി അത് സോളിനോയിഡ് വെച്ച് കൺവേർട്ട് ചെയ്തു. ഇലക്ട്രോണിക് ഇൻപുട്ട് കൊടുക്കും, ആ ഇലക്ട്രോണിക് ഇൻപുട്ട് സോളിനോയിഡ് അത് മാറ്റി എയർ ഇൻപുട്ടാക്കും. എയർ ഇൻപുട്ട് കയറി ഈ പറഞ്ഞ ബൂസ്റ്ററിനെ കയറി ലോക്ക് ചെയ്യും. ബൂസ്റ്ററിൽ നിന്ന് വരുന്ന എയർ പ്രഷർ ഹൈഡ്രോളിക് പ്രഷറിൽ ഡിസ്കിനെ ലോക്ക് ചെയ്യും. സിമ്പിൾ അല്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് സിമ്പിൾ സാധനം. അപ്പം അതാണ് ഇതിൻ്റെ ഫിഡിൽ ബ്രേക്സ്. അത് 2 ലൈനിൽ 2 ബൂസ്റ്റേഴ്സ് 2 സൈഡിൽ വെച്ചിട്ടുണ്ട്. പുറകിൽ നമ്മൾ അലുമിനിയം ഷീറ്റിൽ കവർ ചെയ്തത് കണ്ടു. അതിന് നോർമൽ ബ്രേക്കിലുള്ള പോലെ തന്നെ ഓയിൽ ക്യാനും എല്ലാ സാധനവും ഉണ്ട്. പിന്നെ ബാക്കിൽ റോട്ടേഴ്സ്, ബാക്കിൽ ഡിസ്ക്കാണ്, ബാക്കിൽ 2 കാലിപ്പേഴ്സ് ഉണ്ട്. അതൊക്കെയാണ് പെർഫോമൻസിൽ പറയാനുള്ള സാധനങ്ങൾ. പിന്നെ സ്നോർക്കൽ, വെള്ളത്തിൽ കൂടെ പോകാൻ വേണ്ടി ഇപ്പോൾ സ്നോർക്കലൊക്കെ ഊരിയിട്ടിരിക്കുകയാണ്. പെർഫോമൻസ്, അതായത് ഇൻടേക്ക് മാനിഫോൾഡിൻ്റെ ലെങ്ത്ത് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം വണ്ടിയുടെ പെർഫോമൻസ് താഴേക്ക് പോവുക ചെയ്യുക. അപ്പോൾ ഇൻടേക്ക് മാനിഫോൾഡിൻ്റെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടി സ്നോർക്കലിൻ്റെ പൈപ്പൊക്കെ നമ്മൾ ഊരിയിട്ടിട്ടുണ്ട്. ഈ വെള്ളമുള്ള ട്രാക്ക് ആണെങ്കിൽ നമ്മൾ അതെടുത്ത് കണക്ട് ചെയ്യും, സീൽ ചെയ്ത് കണക്ട് ചെയ്യണം.
അപ്പം ദാറ്റ്സ് ഓൾ അബൌട്ട് പെർഫോമൻസ്. എൻജിൻ DI ടർബോ, KMT90 ഗിയർ ബോക്സ്, പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും പറഞ്ഞു. പ്രൊപ്പല്ലർ ഷാഫ്റ്റുകൾ നേരത്തെ സസ്പെൻഷനിൽ പറയേണ്ടതായിരുന്നു. പ്രൊപ്പല്ലർ ഷാഫ്റ്റുകളെല്ലാം കസ്റ്റം ചെയ്തിട്ടുണ്ട്. അതായത് റിവേഴ്സ് ഷാക്കിളാക്കിയപ്പോൾ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ നീളം കൂട്ടേണ്ടി വന്നു. ആർട്ടിക്കുലേറ്റ് റിവേഴ്സ് ഷാക്കിളാകുമ്പോൾ പുറകിലേക്കാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുക. ഉള്ളിലേക്ക് കയറി പ്രൊപ്പല്ലർ ഷാഫ്റ്റ് യോക്കും ടീത്തും കൊണ്ട് ഇടിക്കും എന്നുള്ള കാരണം കൊണ്ട് പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ നീളമൊക്കെ കസ്റ്റമൈസ് ചെയ്താണ്. അതുപോലെ എല്ലാം സീംലെസ് പൈപ്പ് കൊണ്ട്, ഹെവി ഡ്യൂട്ടി പൈപ്പ് കൊണ്ടാണ് എൻ്റെ ഫ്രണ്ടും ബാക്കും പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഉള്ളത്. അതെല്ലാം മെഹബൂബക്കാടേതായ ഐഡിയാസിൽ ചെയ്തു തന്നാണ്. അളവുകളൊക്കെ ആദ്യം ഒന്ന് ചെയ്തു, അത് ചെയ്ത് വന്ന് പലതവണ പയറ്റുമ്പോൾ പിന്നെയും പൊട്ടിക്കൊണ്ടിരിക്കും. ഏറ്റവും ലാസ്റ്റ് പുള്ളിയാണ് ഹെവി ഡ്യൂട്ടി പൈപ്പൊക്കെ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിലെ കാര്യങ്ങൾ. ഈ ബോഡി മോഡിഫിക്കേഷൻസ്, അങ്ങനത്തെ ആദ്യത്തെ കോസ്മെറ്റിക് സാധനങ്ങളെല്ലാം റീബിൽഡ് ചെയ്തതൊക്കെ വയനാട് MB ഗാരേജിൽ വെച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഏറ്റവും ലാസ്റ്റ് ഇവൻറ്റിൽ ഇറങ്ങിയപ്പം, ഇപ്പോൾ കഴിഞ്ഞ ഇവൻറ്റിൽ ഇവിടെ KM ഗാരേജിൽ എൻ്റെ സ്ലോത്ത് അവിടെ കൊണ്ടുപോയി പണിയാനിട്ടത് കൊണ്ട് മെക്കാനിക്ക് ഫുൾ അതിൻ്റെ മുകളിലായത് ആ ഒരു കാരണം കൊണ്ട് ഞാൻ എൻ്റെ ഫിഡിൽ ബ്രേക്സിൻ്റെ കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് കുറച്ച് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് മൂവാറ്റുപുഴ കൊണ്ടുപോയി ഇതാണ് ചെയ്തത്. മൂവാറ്റുപുഴ ബീറ്റ്സ് ഗാരേജിലാണ് ഏറ്റവും ലാസ്റ്റ് ഇതിൻ്റെ സോളിനോഡ്സ് എല്ലാം മാറ്റിയത്. ആദ്യം ഇരുന്ന സോളിനോഡിനേക്കാളും കുറച്ചും കൂടി നല്ല സോളിനോഡാണ് ഇപ്പോൾ കയറ്റി വെച്ചിട്ടുള്ളത്. അതിൽ പെർഫോമൻസിലും നല്ല വ്യത്യാസം കണ്ട് കഴിഞ്ഞ ട്രാക്കിൽ ഉപയോഗിക്കാൻ നല്ല എളുപ്പമായിരുന്നു സോളിനോഡ്സ്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള മറ്റ് അപ്ഗ്രേഡ്സ്. ഇതല്ലാതെ എന്ന് പറയാൻ ട്യൂണിംഗ് ആണ്. എൻജിൻ ട്യൂണിങ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ട്യൂൺ ചെയ്യണം. അത് നമ്മൾ ഓടിച്ച് നമുക്ക് മനസ്സിലാവുള്ളൂ നമുക്ക് എത്ര പവർ വേണം, ഏത് ഗിയറിൽ എത്ര പവർ വേണം. അത് മാത്രമാണ് സത്യം പറഞ്ഞാൽ നോർമലി എൻ്റെ വണ്ടിയും മറ്റൊരു വണ്ടിയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തോന്നുന്നുണ്ടാവുക. എനിക്ക് എൻ്റെ വണ്ടി എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് എനിക്കുള്ളിലൊരു തീരുമാനമുണ്ട്. ആ ഒരു ലെവലിലാണ് എൻ്റെ വണ്ടിയുടെ ട്യൂണിങ് ഇരിക്കുന്നത്. അപ്പോൾ ബാക്കി കോപ്പി അടിക്കാൻ പറ്റാത്തത്, അതായത് ഈ വണ്ടി പോലൊരു വണ്ടി ബിൽഡ് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ദാറ്റ്സ് ഓൾ അബൌട്ട് കൊളോസസ്. ഇനി കോമ്പറ്റീഷനിൽ ഇറങ്ങുന്ന ആൾക്കാർ ഈ പറഞ്ഞ കാര്യങ്ങൾ, വണ്ടിയുടെ മെയിൻ കാര്യം, ഓഫ് റോഡ് കോമ്പറ്റീഷനിൽ ഇറങ്ങുമ്പോൾ മെയിൻ ചിന്തിക്കേണ്ട കാര്യം പവർ ടു വെയിറ്റ് റേഷ്യോ. അതായത് വണ്ടി ലൈറ്റർ ആയിരിക്കണം, എൻജിൻ ഇത്തിരി പവർ കുറഞ്ഞാലും കുഴപ്പമില്ല, ഈ ലൈറ്റർ വണ്ടീനെ വലിക്കാനുള്ള പവർ ഉണ്ടായാൽ മതി. അപ്പം പവർ ടു വെയിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞ കാര്യം നോക്കിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഈ പറഞ്ഞ അപ്ഗ്രേഡൊന്നും ഇല്ലാതെ ഇനി ട്രാക്കിൽ ഇറങ്ങിയിട്ട് എന്താ പറയുക, എല്ലാവർക്കുമായി ഒരുമാതിരിപ്പെട്ട എല്ലാ കോമ്പറ്റീഷൻ വണ്ടികളിലും ഈ പറഞ്ഞ അപ്ഗ്രേഡ്സ്, ലോക്കേഴ്സും ഫിഡൽ ബ്രേക്കും എല്ലാ സാധനവും വെച്ചു. പലരും സ്കോർപ്പിയോ എഞ്ചിൻസാണ്. ഇപ്പോൾ എന്താണ് DI ടർബോ എഞ്ചിൻ ഉപയോഗിക്കുന്ന 3-4 കോമ്പറ്റീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കി എല്ലാവരും സ്കോർപ്പിയോ എഞ്ചിൻസ്, കുറച്ചുകൂടി പവർഫുൾ എഞ്ചിൻസാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് കൊളോസസ്. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. And by this, the review of Colossus and the reveal of what all is inside, what all secrets are inside Colossus is done. Thank you. നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ ഇനി വരാനുള്ള വണ്ടികളുടെ ഒരുപാട് നല്ല വണ്ടികളെക്കുറിച്ച് നല്ല റിവ്യൂ ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. കൊളോസസ് കഴിഞ്ഞ അടുത്തത് തന്നെ കുറച്ചും കൂടി ഒരു ക്യാച്ചി ആയ ഒരു വണ്ടിയായിരിക്കും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.